അപ്പം ഒരാഴ്ച നമ്മൾ ഞായറാഴ്ച തുടങ്ങുന്നതെന്ന് വെച്ചോ. ഞായറാഴ്ച ഒരാഴ്ച തുടങ്ങിയാൽ ഒരാഴ്ച എത്ര ദിവസമാണ് ഉള്ളത്? 7 ദിവസം. അത് കഴിഞ്ഞുള്ള ആദ്യത്തെ എക്സ്ട്രാ ദിവസം എവിടെ വരും? സെയിം തുടങ്ങിയ അതേ ആഴ്ചയിൽ തന്നെ വരും. ഞായറാഴ്ച തുടങ്ങുന്നതെങ്കിൽ ആദ്യത്തെ എക്സ്ട്രാ ദിവസം ഞായറാഴ്ചയിൽ തന്നെ വരും. രണ്ടാമത്തെ എക്സ്ട്രാ ദിവസം തിങ്കളാഴ്ചയിലേക്ക് പോകും. 3 എക്സ്ട്രാ ദിവസം ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ചയിലേക്ക് പോകും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പോവുക. അപ്പൊ നമ്മുടെ ഒരു സാധാരണ വർഷമാണെങ്കിൽ 2002 ആണെങ്കിൽ എത്ര ആഴ്ചയുണ്ട്? 52 ആഴ്ച, പിന്നെ ഒരു ദിവസവും കൂടെ. അപ്പം ആ വർഷത്തിലുള്ള 52 ആഴ്ച ഒരു ദിവസമാണ് ഉള്ളത്. അപ്പം 2002 ജനുവരി 1 ഞായറാഴ്ച ആണെങ്കിൽ 2002 ഡിസംബർ 31 ആകുമ്പോൾ എന്ത് പറ്റും? ഒരു എക്സ്ട്രാ ദിവസം ഉള്ളത്. അപ്പം അതും ഞായറാഴ്ച തന്നെയായിരിക്കും. 2002 ഡിസംബർ 31 ഞായറാഴ്ച ആയിരിക്കും. അതുകൊണ്ട് 2003 പോകുമ്പോൾ 2003 ജനുവരി 1 വരുമ്പോൾ എന്ത് പറ്റും? ചൊവ്വാഴ്ചയിലേക്ക് പോകും. അപ്പൊ ലീപ്പ് ഇയർ അല്ല എങ്കിൽ 2002 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2003 ജനുവരി 1 ചൊവ്വയായിരിക്കും. 2007 ജൂലൈ 30 തിങ്കളാണെങ്കിൽ 2008 ജൂലൈ 30 ചൊവ്വയായിരിക്കും. പക്ഷെ ലീപ്പ് ഇയർ ആണെങ്കിൽ, നമ്മൾ തുടങ്ങുന്ന വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ എന്ത് പറ്റും? 1 പകരം എന്താകും? 2 ദിവസം എക്സ്ട്രാ വരും. അപ്പം 2004 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2005 ജനുവരി 1 എന്താകും? ചൊവ്വയല്ല, ബുധനാകും. കാരണം ഒരു എക്സ്ട്രാ ദിവസം കൂടെ വരുന്നില്ലേ? അപ്പം ഒരു ഡേയും കൂടെ ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അത്രയും മാത്രം ഓർത്താൽ മതി. ഒരു എക്സ്ട്രാ ദിവസം വരുന്നെങ്കിൽ ഒരു ഷിഫ്റ്റ് വരും. ഒരു വർഷം കഴിയുമ്പോൾ ഒരു ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഒറ്റ എക്സ്ട്രാ ദിവസമേ ഉള്ളൂ. അപ്പം തീയതി ഒരു ദിവസമേ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 എക്സ്ട്രാ ദിവസം ഉണ്ട്. അപ്പം തിങ്കൾ ചൊവ്വയല്ല ബുധനാകുക. ബുധനാണെങ്കിൽ വ്യാഴമല്ല വെള്ളിയാണാകുക. 2 ഷിഫ്റ്റ് വരും. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ഷിഫ്റ്റ് വരും. ലീപ്പ് ഇയർ അല്ല എങ്കിൽ ഒറ്റ ഷിഫ്റ്റേ വരുള്ളൂ. അത് ഓർത്താൽ മതി. അത്രയും മാത്രം ഓർത്താൽ മതി. പിന്നെ മാസങ്ങൾ വരുമ്പോൾ കുറെ കൂടെ എളുപ്പമാണ്. മാസങ്ങൾ നമ്മൾ ദിവസങ്ങൾ വെച്ച് നോക്കുക, അല്ലേ? മാസങ്ങൾ വരുമ്പോൾ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെറുതെ എണ്ണി നോക്കിയാലും ചിലപ്പം കിട്ടും നമുക്ക്, അല്ലേ? ഇപ്പം ഒരു വർഷത്തിലെ തന്നെ ജനുവരി 1 ചൊവ്വാഴ്ചയാണ്. ജനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ ജനുവരി 31 എന്ത് ദിവസമായിരിക്കും? അത് നിങ്ങൾ എങ്ങനെയാ ചെയ്യാതെ? ജനുവരി 1 ചൊവ്വാഴ്ചയാണ്. ജനുവരി 31 എന്തായിരിക്കും? എങ്ങനെയാ ചെയ്യേണ്ടത്? ജനുവരി 1 ചൊവ്വാഴ്ചയാണ്. ജനുവരി 31 എന്തായിരിക്കും? അത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. അതെ. അപ്പം ജനുവരി 1 ചൊവ്വയാണ്. അടുത്ത ചൊവ്വ എന്നാ? 7 കൂട്ടുക. ജനുവരി 8 ചൊവ്വയാണ്. പിന്നെ അടുത്ത ചൊവ്വ എന്നാ? 15, പിന്നെ 22, പിന്നെ അപ്പൊ 29 ചൊവ്വയാണ്. അപ്പൊ 31 എന്താ? വ്യാഴം. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇങ്ങനത്തെ സിമ്പിൾ അടുത്തടുത്ത് വരുന്ന ഡേറ്റുകളൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സംശയമുണ്ടോ? അല്ലെ? സിമ്പിൾ അടുത്തടുത്തുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കുറച്ചുകൂടി ഡിസ്റ്റൻസ് വന്നാൽ നമ്മൾ എന്തുകൂടെ അറിയണം? ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്നുകൂടി കണക്ക് കൂട്ടണം, അല്ലെ? ജനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ ഫെബ്രുവരി 4 എന്ത് ദിവസമായിരിക്കും? ഇങ്ങനെയാ ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ എന്തറിയണം? ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്ന് കൂടി അറിയണം. ജനുവരി എത്ര ദിവസമുണ്ട്? മെയ്യിൽ എത്ര ദിവസമുണ്ട്? നവംബർ എത്ര ദിവസമുണ്ട്? ഏതൊക്കെ മാസങ്ങളിലാണ് 30 ഉള്ളത്? ആ, നമുക്ക് സെപ്റ്റംബർ ഇല്ല. സെപ്റ്റംബർ ഉണ്ട്. സെപ്റ്റംബർ ഉണ്ട്. സോറി, സെപ്റ്റംബർ ഉണ്ട്. ആ, എല്ലാവർക്കും അറിയില്ലേ? അത് എല്ലാവർക്കും അറിയാവോ? 30 ദിവസമുള്ള ഏതൊക്കെ മാസങ്ങളിലാ? എത്ര മാസങ്ങളിലാ? ഒരു വർഷം
നമ്മൾ ചെറുപ്പത്തിൽ പാട്ടായിട്ട് പഠിക്കും 30 days ഓഫ് സെപ്റ്റംബർ ഏപ്രിൽ. അപ്പൊ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 12 മാസങ്ങളിൽ ഇതില് 30 ദിവസമുള്ള മാസം ഏതൊക്കെയാ? നമ്മൾ 1.5 തൊട്ട് നോക്കുകയാണ് പൊതുവെ ചെയ്യല്ലേ. ജനുവരിയിൽ 31, നമ്മൾ ഈ കയ്യിലെണ്ണല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ എണ്ണില്ലേ? ജനുവരി 31, ഫെബ്രുവരിയിൽ 31 ഇല്ല, 28 അതിവർഷമാണെങ്കിൽ 29, മാർച്ചില് 31, ഏപ്രിലില് 30, മെയ്യില്, ജൂണില് 30, ജൂലൈയില് 31, ഓഗസ്റ്റില് 31 തന്നെയാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ കയ്യിലെണ്ണുമ്പോൾ അങ്ങനെയല്ലേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് നമ്മൾ അവിടെ തന്നെ എണ്ണും അല്ലെ. ജൂലൈയും ഓഗസ്റ്റും 31 തന്നെയാണ്. സെപ്റ്റംബറിൽ പിന്നെയും 30, ഒക്ടോബറില് നവംബറില് 30, ഡിസംബറില് 31. അപ്പൊ ഈ 30 ഉള്ളത് നവംബറിലും സെപ്റ്റംബറിലും ജൂണിലും ഇവിടെ ഒരു 2 മാസത്തിന്റെ ചെമ്പ് വരും. ഏപ്രിലിലും ആണ് 30 ഉള്ളത്. ഫെബ്രുവരി നമുക്കറിയാവുന്ന പോലെ തന്നെ 28 അതിവർഷമാണെങ്കിൽ 29 വരും. ബാക്കിയെല്ലാം 31. കൈമ നോക്കിയാൽ മതി. ഞാനൊക്കെ എങ്ങനെ ചെയ്യുക സംശയം വരുമ്പോഴ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് കൂടുതലാണ്, ഏപ്രിൽ, മെയ് കൂടുതലാണ്, ജൂൺ, ജൂലൈ കൂടുതലാണ്, ഓഗസ്റ്റ് പിന്നെ അവിടെ തന്നെ എണ്ണുക, പിന്നെ തിരിച്ചു വരിക അല്ലേ. ഓഗസ്റ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരിക. സെപ്റ്റംബർ താഴെ, ഒക്ടോബർ മേളില്, നവംബർ താഴെ, ഡിസംബർ മേളില്. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് സംഭവം. ഈ ജൂലൈയും ഓഗസ്റ്റും അടുപ്പിച്ച് 31 വരുന്നതെന്ന് ഓർത്തിരിക്കുക. അതാണ് അതിലൊരു ചെറിയൊരു സംശയം വരാൻ സാധ്യതയുള്ള കാര്യം. ഓക്കെ, അതറിയാമെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം മാർച്ച് 3-ാം തീയതി ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ 11-ാം തീയതി എന്തായിരിക്കും അല്ലെ. ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു എന്ന് വെച്ചോ നിങ്ങളുടെ PSC പരീക്ഷയ്ക്ക്. എങ്ങനെയാ ചെയ്യുക നമ്മള്? മാർച്ച് 3 ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ 11 എന്തായിരിക്കും? എങ്ങനെയാ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് നോക്കണം? മാർച്ചിൽ എത്ര ദിവസം ഉണ്ട് നോക്കണം. എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ മാർച്ച് 3 ചൊവ്വയാണ്. അപ്പൊ മാർച്ചിലെ ബാക്കി ചൊവ്വാഴ്ചകൾ ഏതൊക്കെയാ? 3 കഴിഞ്ഞാൽ 10, 17, 24, 31 ഉണ്ട്. മാർച്ചിൽ 31 ഉണ്ട്. അതുകൊണ്ട് 31 ചൊവ്വയായിരിക്കും. മാർച്ച് 31 ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ 1 എന്തായിരിക്കും? മാർച്ച് 31 ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ 1 എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ബുധനായിരിക്കും അല്ലേ. അപ്പൊ ഏപ്രിൽ 1 ബുധനാണ്. അത് കഴിഞ്ഞാൽ ഏപ്രിൽ 8 എന്താണ്? ഏപ്രിൽ 8 ബുധനാണ്. ഏപ്രിൽ 11 നമുക്ക് വേണ്ടത്. ഏപ്രിൽ 8 ബുധനാണെങ്കിൽ ഏപ്രിൽ 9 വ്യാഴമായി, ഏപ്രിൽ 10 വെള്ളിയായി, ഏപ്രിൽ 11 ശനിയായി. സിമ്പിളായിട്ട് നമുക്ക് എണ്ണി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ. വളരെ സിമ്പിളായിട്ട് എണ്ണി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആകെ അറിയേണ്ടത് മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്നും ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളതെന്നും മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി നമുക്ക് എണ്ണി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ. ഇങ്ങനെ എന്ത് ചോദ്യം വന്നാലും ചെയ്യില്ലേ നിങ്ങള്? ചെയ്യില്ലേ? സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. നിങ്ങൾക്ക് സംശയമുണ്ടോ? മടത്തോടൊന്ന് പറഞ്ഞോ. മനസ്സിലായോ? അത് വന്നത് 7 വീതം കൂട്ടിയാൽ മതി കേട്ടോ. ഒരാഴ്ചയിൽ 7 ദിവസം ആയതുകൊണ്ടാണ് നമ്മൾ 7 വീതം കൂട്ടി പോകുന്നത്. 7ന്റെ ഗുണനപ്പട്ടിക അറിയാമെങ്കിൽ നമുക്ക് കലണ്ടറിൽ എല്ലാ ചോദ്യങ്ങളും സിമ്പിൾ ആയിട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച 2 കൺസെപ്റ്റുകളും കൂടെ ഒരുമിച്ചുള്ള ഒരു ചോദ്യം ചെയ്യാം അല്ലേ. ഈ 2 കാര്യങ്ങളും കൂടെ ഒരുമിച്ചൊരു ചോദ്യം വരുന്നത് എങ്ങനെയാ? (2002) ജനുവരി 1 ഒരു
തിങ്കളാഴ്ചയാണെങ്കിൽ 2003 ഫെബ്രുവരി 2 എന്തായിരിക്കും? അല്ലേ? ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ചോദ്യം വരാമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഒരു വർഷം കൂട്ടി നോക്കണം. 2002 ജനുവരി 1 തിങ്കളാണെങ്കിൽ നമുക്ക് വേണ്ടത് 2003 ഫെബ്രുവരി 2 പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 2002 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2003 ജനുവരി 1 എന്താന്ന് നോക്കുക. എന്തായിരിക്കും? ചൊവ്വ. അപ്പൊ 2003 ജനുവരി 1 ചൊവ്വ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് ഫെബ്രുവരി 2 അപ്പൊ ജനുവരി 1 ചൊവ്വയാണെങ്കിൽ ജനുവരിയിലെ ചൊവ്വാഴ്ചകൾ എന്തൊക്കെയാ? 1, 8, 15, 22, 29. 29 ചൊവ്വയാണ്. അപ്പം 29 ചൊവ്വയാണെങ്കിൽ 30 ബുധനാണ്, 31 വ്യാഴമാണ്, ഫെബ്രുവരി 1 വെള്ളിയാണ്, ഫെബ്രുവരി 2 ശനിയാണ്. അല്ലേ? അങ്ങനെ സിമ്പിൾ ആയിട്ട് എണ്ണി എടുക്കാം. അപ്പം 2002 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2003 ജനുവരി 1 ചൊവ്വയാണ്, 2003 ജനുവരി 29 ചൊവ്വയാണ്, അപ്പം ജനുവരി 31 വ്യാഴമാണ്, ഫെബ്രുവരി 1 വെള്ളിയാണ്, അപ്പൊ ഫെബ്രുവരി 2 എന്തായി? ശനിയായി. അത്രേ ഉള്ളൂ. അത്രയും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഒരു വർഷം കൂടെ കൂടുതൽ വന്നാൽ എന്ത് ചെയ്യണം? 2002 നിന്ന് 2004 ചോദിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ 2002 ജനുവരി 1 തിങ്കളാണ്. അപ്പം 2004 ജനുവരി 1 എന്താകും? ബുധനാകും. അല്ലെ? ഇടയ്ക്ക് ലീപ്പ് ഇയർ ഒന്നും ഇല്ല. അല്ലെ? 2002 ലീപ്പ് ഇയർ അല്ല, 2003 ലീപ്പ് ഇയർ അല്ല. അപ്പൊ 2002 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2004 ജനുവരി 1 എന്തായി? ബുധനായി. അല്ലേ? 2004 ജനുവരി 1 ബുധനായി. ജനുവരി 1 ബുധനായതുകൊണ്ട് ജനുവരി 8, 15, 22, 29 ഒക്കെ ബുധനായി. ജനുവരി 30 വ്യാഴമായി, ജനുവരി 31 വെള്ളിയായി, ഫെബ്രുവരി 1 ശനിയായി, ഫെബ്രുവരി 2 എന്താകും? ഞായറാകും, സൺഡേ ആകും. ഇത്രയും മാത്രമേ അറിയാനുള്ളൂ. ഏത് ഡേറ്റിന് ഏത് ഡേറ്റിലേക്കും നമ്മൾ ഈ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇതിലെല്ലാ ചോദ്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളായില്ലേ? ഒരു കാര്യം കൂടെ നമുക്ക് നോക്കണം. ലീപ്പ് ഇയർ വരുമ്പോൾ 2004 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2006 ഫെബ്രുവരി 2. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 2004 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2006 ജനുവരി 1 എന്താകും? അതിവർഷം അതുകൊണ്ട് 2 കൂടും 2004. അപ്പം തിങ്കളിൽ നിന്ന് 2004 നിന്ന് 2005 ചാടുമ്പോൾ ചൊവ്വ ബുധൻ 2 കൂടും. 2006 എത്തുമ്പോൾ പിന്നെ ഒന്നുകൂടെ കൂടി വ്യാഴമായി. അപ്പൊ 2006 ജനുവരി 1 വ്യാഴമായി. 2006 ജനുവരി 1 വ്യാഴമായപ്പോ തന്നെ ജനുവരി 8, 15, 22, 29 വ്യാഴമായി, ജനുവരി 30 വെള്ളിയായി, ജനുവരി 31 ശനിയായി, ഫെബ്രുവരി 1 ഞായറായി, ഫെബ്രുവരി 2 തിങ്കളായി, പിന്നെയും തിങ്കളായി. അതോടെ ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. അതിവർഷമാണെങ്കിൽ 2 കൂട്ടുക, അതിവർഷം അല്ലെങ്കിൽ 1 കൂട്ടുക. പിന്നെ ബാക്കി ഡേറ്റുകൾ നമ്മൾ 7ന്റെ ഗുണനപ്പട്ടിക വെച്ച് എണ്ണിയെടുക്കുക. അത്രയും ചെയ്യാനുള്ളൂ. ക്ലിയർ ആയില്ലേ? ഏത് ചോദ്യം വന്നാലും ചെയ്യില്ലേ നിങ്ങള്? ഇതിന്റെ പ്രാക്ടീസ് ചോദ്യങ്ങളൊക്കെ നമുക്ക് തരാട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് കൺസെപ്റ്റ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ കൺസെപ്റ്റ് ഏകദേശം പഠിച്ചു. പിന്നെ എന്താണ് ഡേറ്റിലുള്ളത്? ഇനി നമുക്കൊരു പ്രാക്ടീസ് ചോദ്യം ചെയ്യാം അല്ലേ? ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രാക്ടീസ് ചോദ്യം ചെയ്യാം. (2007) മാർച്ച് 1 ഒരു 2007 മാർച്ച് 1 ഒരു തിങ്കളാഴ്ചയാണെങ്കിൽ ഹരിക്കാൻ പറ്റുന്നതാണ് ലീപ്പ് ഇയർ ആയിട്ട് വരിക. പറ്റുന്നില്ല എങ്കിൽ സാധാരണ വർഷം. 2007 മാർച്ച് 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2008 ഏപ്രിൽ 1 എന്ത് ദിവസമായിരിക്കും? ചെയ്തു നോക്കിയേ നിങ്ങൾ. 2007 മാർച്ച് 1 തിങ്കളാണെങ്കിൽ 2008 ഏപ്രിൽ 1 എന്ത് ദിവസമായിരിക്കും? എങ്ങനെയാ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ?
ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? 2007 മാർച്ച് 1 തിങ്കളാണെങ്കിൽ 2008 മാർച്ച് 1 എന്തായിരിക്കും? തിങ്കളായിരിക്കോ? ചൊവ്വ. 1 ചാടുമല്ലോ അല്ലേ? ലീപ് ഇയർ അല്ല, സാധാരണ വർഷമായതുകൊണ്ട് 1 ചാടും. ലീപ് ഇയർ ആണെങ്കിൽ 2 ചാടും അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? 2007 മാർച്ച് 1 തിങ്കളാണെങ്കിൽ 2008 മാർച്ച് 1 ചൊവ്വയായിരിക്കും. അതിൽ നിന്ന് ഏപ്രിൽ 1 കൂട്ടി നോക്കിയേ നിങ്ങള്. അത് ചെയ്തു നോക്ക്. 2008 മാർച്ച് 1 ചൊവ്വയാന്ന് കിട്ടി നമുക്ക്. 2007 മാർച്ച് 1 തിങ്കളായതുകൊണ്ട് 2008 മാർച്ച് 1 ചൊവ്വയാണ്, നമ്മൾ പഠിച്ചുല്ലോ. അതിൽ നിന്നും ഏപ്രിൽ 1 എന്താണെന്ന് കണ്ടുപിടിക്കണം. വേഗം കണ്ടുപിടിച്ചേ. കുട്ടി നോക്ക്. മാർച്ച് 1 ചൊവ്വയാണെങ്കിൽ 8, 15, 22, 29 ചൊവ്വ, 30 വ്യാഴം. 2008 മാർച്ച് 1 ചൊവ്വ. നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഇത്രയേ ഉള്ളൂ. 2007 മാർച്ച് 1 തിങ്കളാണെങ്കിൽ 2008 ഏപ്രിൽ 1 എന്ത് ദിവസമാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒരു വർഷം കറക്റ്റ് ആക്കുക. 2007 മാർച്ച് 1 തിങ്കളിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തി? 2008 മാർച്ച് 1 എത്തി. അതിനാകെ എന്ത് ചെയ്യണം? ഒറ്റ ദിവസം ചടിയാൽ മതി, ചൊവ്വയിലെത്തി. 2008 മാർച്ച് 1 ചൊവ്വ കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? ഇനി ഇതിൽ നിന്ന് ഏപ്രിൽ 1 എത്തണം. അതിനെന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച എന്താ ചെയ്യേണ്ടത്? വെള്ളിയാണ് അല്ലെ? ഇനി നമ്മൾ സാധാരണ പോലെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? 1-8 അങ്ങനെ പോവുക. 2008 മാർച്ച് 1 ചൊവ്വ, അടുത്ത 8 ചൊവ്വ, 15 ചൊവ്വ, 22 ചൊവ്വ, 29 ചൊവ്വ. 29 ചൊവ്വയാണെങ്കിൽ 30 ബുധൻ. മാർച്ചിൽ 31 ഉണ്ടോ? ഉണ്ട്. 31 വ്യാഴം. മാർച്ച് 31 വ്യാഴമാണെങ്കിൽ ഏപ്രിൽ 1 വെള്ളി വന്നു, വെള്ളിയായി. അപ്പൊ നമ്മുടെ ഉത്തരം വെള്ളിയാഴ്ച എന്നാണ്, ഫ്രൈഡേ എന്നാണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ സംഭവം സിമ്പിൾ ആകും. പിന്നെ നമ്മുടെ PSC പ്രീവിയസ് ഇയർ സംശയമുണ്ടോ? എന്താ? ഇത് PDF ഗ്രൂപ്പിൽ അയക്കായിരിക്കും. റൈസിനോട് പറയാം ഞാൻ. റൈസിനെ എനിക്ക് അയച്ചു തന്നാണ് അയച്ചത്. ഇനി 1-2 പ്രാക്ടീസ് ചോദ്യം കൂടെ ചെയ്യാം. ഒരു PSCക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ചോദ്യമാണ്. ഇതില് അതിവർഷം അല്ലാത്തത്, അതിവർഷം അല്ലാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ചോദ്യം ഇതാണ്. താഴെ പറയുന്ന 4 ഓപ്ഷനിൽ അതിവർഷം അല്ലാത്തത് ഏതാണ്? A 1944, B 1600, C 1900, D 2028. A 1944, B 1600, C 1900, D 2028. ഇതില് ലീപ് ഇയർ അല്ലാത്തത് ഏത് ഓപ്ഷനാണ്? അതിവർഷം അല്ലാത്തത് എ അല്ല. എ നമ്മൾ എന്താ ചെയ്യേണ്ട? 1944 എന്ത് ചെയ്യണം? അവസാനത്തെ 2 ഡിജിറ്റ് നോക്കുക. അല്ലാത്ത ഏത് ഓപ്ഷനാന്ന് പറ. സി ആണെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറ. ലീപ് ഇയർ അല്ലാത്ത ഏത് വർഷമാ? 1944 അതിവർഷമാണോ? എന്തുകൊണ്ടാ? പറ നിങ്ങള്. എല്ലാരും പറ. 1944 അതിവർഷമാണോ? സി ആണ് ഉത്തരം. സി ആണ്. 1944 അതിവർഷമാണ്. കാരണം 44 4ന്റെ ഗുണിതമാണ്. അപ്പൊ അത് അതിവർഷമാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക. അതിവർഷം അല്ലാത്തതാണ് ചോദിച്ചേക്കണേ. അപ്പൊ 1944 അതിവർഷമാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ അല്ല. 1600 അതിവർഷമാണോ? എങ്ങനെയാ കണക്ക് കൂട്ടേണ്ടത്? 2 0 വെട്ടിക്കളയുക. ബാക്കി 16 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഹരിക്കാവുന്നതാണ്. അപ്പൊ അതും അതിവർഷമാണ്, നമ്മുടെ ഓപ്ഷൻ അല്ല. സി 2 0 വെട്ടിക്കളയുക. 19 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അതാണ് ഉത്തരം. ഡി നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം. അവസാനത്തെ 2 ഡിജിറ്റ് 28. 28 4ന്റെ ഗുണിതമാണോ? 4 7 28 ആണ്. അപ്പം അതുമല്ല നമ്മുടെ ഓപ്ഷൻ. നമ്മുടെ ഉത്തരം സി ആണ്. സോ ഇങ്ങനെ ഇതൊക്കെ അല്ലേ നമുക്ക് PSC പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? ഇപ്പം 3 മാർക്ക് കിട്ടി അല്ലേ? സോ ഇങ്ങനെ സിമ്പിൾ ചോദ്യങ്ങളാണ് വരിക. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
പിന്നെ PSCക്ക് വന്ന വേറൊരു ശരിക്കും പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് കേട്ടോ. ശരിക്കും പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. ശരിക്കും പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. ഇന്ന് എന്ത് ദിവസമാണ്? ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ് 101ാമത്തെ ദിവസം എന്ത് ദിവസമായിരിക്കും? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാ കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് മുതലുള്ള 101ാമത്തെ ദിവസം എന്ത് ദിവസമായിരിക്കും? ചെയ്തു നോക്കിയേ. ബുധനാഴ്ചയാണോ? ഇന്ന് ഞായറാണെങ്കിൽ 70, 77, 84, 91, 98, 99ാമത്തെ ദിവസം ഞായറായിരിക്കും. 100ാമത്തെ ദിവസം തിങ്കളാഴ്ച ചൊവ്വയായിരിക്കും. എന്തോ 101 ഹരിച്ചു നോക്കണം. 101നെ 7 കൊണ്ട് ഹരിച്ചു നോക്കണം. 101നെ 7 കൊണ്ട് ഹരിച്ചു നോക്കുക. 1, 31, 4, 3 എക്സ്ട്രാ ദിവസങ്ങൾ വരുന്നുണ്ട് അല്ലേ? 3 എക്സ്ട്രാ ദിവസങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ എക്സ്ട്രാ ദിവസം ഞായറിൽ തന്നെ വരും. 2ാമത്തെ ദിവസം തിങ്കളിലേക്ക് പോകും. 3ാമത്തേത് ചൊവ്വയിലേക്ക് പോകും. ചൊവ്വയാണ് ഉത്തരം. മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായോ? ഇന്ന് ഞായർ 101ാമത്തെ ദിവസമാണ് ചോദിച്ചേക്കണേ. നമ്മൾ എന്ത് ചെയ്യണം? ഈ 101 ദിവസത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ? എത്ര ആഴ്ച ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് തന്നെ. 101 ദിവസത്തില് എത്ര ആഴ്ച ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 7 കൊണ്ട് ഹരിക്കുക. അതെ നോക്കാം നമുക്ക്. 1, 7, 31, 4, 28, 14 ആഴ്ചയും 3 ദിവസമാണ് വരിക. അപ്പൊ ഇന്ന് ഞായറാണെങ്കിൽ 14 ആഴ്ച കഴിഞ്ഞുള്ള 1ാമത്തെ ദിവസം എന്തായിരിക്കും? ഞായർ തന്നെ ആയിരിക്കും. 2ാമത്തെ ദിവസം എന്താവും? തിങ്കളാകും. അപ്പൊ 3ാമത്തെ ദിവസം എന്താവും? ചൊവ്വയാകും. അപ്പൊ ഉത്തരം എന്താ? ചൊവ്വ. അത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ എത്ര ആഴ്ച ഉണ്ടെന്ന് നോക്കുക, അധിക ദിവസം ഉണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ അധിക ദിവസം സെയിം ഡേറ്റിൽ വരും. 2ാമത്തെ അധിക ദിവസം അടുത്ത ഡേറ്റ് പോകും. പിന്നെ കൂട്ടി നോക്കുക. അത്രയേ ഉള്ളൂ സംഭവം. എന്തോ എങ്ങനെ? ഇല്ലല്ല 98 ആണ്. 98 തന്നെ ആണെങ്കിൽ 98ാമത്തെ ദിവസം 98 ആണ്. ഓക്കെ, അത് ചോദിക്കാം. അല്ല, തിങ്കളല്ല വരിക. കാരണം ഞായർ തുടങ്ങി ആഴ്ച തീരുന്ന ദിവസം വരും. കുഴപ്പമില്ല, എനിക്ക് തിരിച്ചൊന്ന് പോകേണ്ട കാര്യമുണ്ട്. പോകുന്ന ചൊല്ലം കഴിക്കാം. ആണോ? എന്നാ അങ്ങനെയാണ്. ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. ഇന്ന് ഞായറാണെങ്കിൽ അല്ല എക്സ്ട്രാ ദിവസം അല്ലേ? അത് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി അല്ലെ? ഓരോ ആഴ്ചയില് അല്ലേ? നമ്മളിപ്പം കലണ്ടർ ഉണ്ടോ ഇവിടെ? കലണ്ടർ ഇല്ല അല്ലേ? ഒരു ആഴ്ചയില് അല്ലെ നമ്മള് കലണ്ടർ എങ്ങനെയാ വരിക? കലണ്ടർ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? അപ്പം നമ്മൾ പറയുന്നത് എന്താ? ഇന്നിപ്പോ 1-ാം തീയതി ആണെന്ന് വെച്ചോ. ഇന്ന് ഞായറാണെങ്കിൽ ഒരാഴ്ച 3, 4, 5, 6, 7. ഒരാഴ്ച കഴിഞ്ഞുള്ള ആദ്യത്തെ എക്സ്ട്രാ ദിവസമാണ് 8. ആ എക്സ്ട്രാ ദിവസം ഞായറിൽ തന്നെയാ വരിക. ഇനി എക്സ്ട്രാ ദിവസം ഇല്ലാന്ന് വെച്ചോ. ഇല്ല എങ്കിൽ ഞായറിൽ തുടങ്ങുന്ന ആഴ്ച അവസാനിക്കുന്ന എവിടെയാ? ശനിയിൽ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് എക്സ്ട്രാ ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെയും ഞായറിലേക്ക് തിരിച്ചു വരുള്ളൂ അല്ലേ? ഒരു എക്സ്ട്രാ ദിവസം ഉണ്ടെങ്കിലേ തിരിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും അല്ലേ? ഇപ്പം ഇതേ ചോദ്യം തന്നെ ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. ഇന്ന് ഞായറാണെങ്കിൽ നേരെ വെക്കണം. കാണുന്നുണ്ടോ?
കുഴപ്പമില്ല കുഴപ്പമില്ല. കാണുന്നുണ്ടോ എല്ലാവർക്കും? പൊറോട്ട ആക്കാം. നേരെ ആക്കണോ? എങ്ങനെ എന്താ ചെയ്യണ്ട്? ഇങ്ങോട്ടേക്ക് ചരിക്കണോ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഞായറാണെങ്കിൽ 21-ാമത്തെ ദിവസം എന്തായിരിക്കും? അല്ല, ശനിയായിരിക്കും. അതാണ് കൺഫ്യൂഷൻ അല്ലേ? ഇന്ന് ഞായറാണെങ്കിൽ 21-ാമത്തെ ദിവസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 21 നമ്മള് 21-ൽ എത്ര ആഴ്ച ഉണ്ടോ നോക്കണം. എത്ര ആഴ്ചയുണ്ട്? 3 ആഴ്ച. ശിഷ്ടമൊന്നുമില്ല, അധിക ദിവസം ഇല്ല. അധിക ദിവസം ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഞായർ കഴിഞ്ഞ് 7-ാമത്തെ ദിവസം എന്താ? ശനി. അതിപ്പം 14-ാമത്തെ ദിവസം ശനിയായിരിക്കും, 21-ാമത്തെ ദിവസം ശനിയായിരിക്കും. അധിക ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഞായറിലേക്ക് വരുവുള്ളൂ. അപ്പൊ ഒരു എക്സ്ട്രാ ദിവസം ഉണ്ടെങ്കിലേ ഞായർ വീണ്ടും വരുവുള്ളൂ. എക്സ്ട്രാ ദിവസം ഒന്നുമില്ല, ശിഷ്ടം ഒന്നുമില്ല എങ്കിൽ ശനി പോകും, ഒരു ദിവസം പുറകോട്ട് പോകും. ഇനി ഞായറല്ല, ചൊവ്വയാണെങ്കിൽ, ഇന്ന് ചൊവ്വയാണെങ്കിൽ 21-ാമത്തെ ദിവസം എന്താ?